പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്കൊപ്പം തോൾ ചേർന്ന് നിന്ന് അവരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കുമായി പോരാടുകയും അവസാന കാലയളവിൽ മണ്ഡലത്തിന്റെ ജനപ്രിയ നായകനായി മാറുകയും ചെയ്ത മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വാഴൂർ സോമൻ വിട്ടുപിരിഞ്ഞിട്ട് നാളെ 1 വർഷം പൂർത്തിയാകുന്നു. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ അദ്ദേഹം ജനപ്രതിനിധിയായും ട്രേഡ് യൂണിയൻ നേതാവായും പീരുമേടിന്റെ മണ്ണിൽ മായാത്ത മുദ്ര പതിപ്പിച്ചാണ് വിടവാങ്ങിയത്. 1965-70 കാലഘട്ടത്തിൽ പാർട്ടി നിർദ്ദേശപ്രകാരം തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായി കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്നാണ് അദ്ദേഹം പീരുമേട്ടിലെത്തുന്നത്. എസ്റ്റേറ്റ് ഉടമകളും ഗുണ്ടകളും പോലീസും അടക്കി വാണിരുന്ന കാലത്ത് ഐതിഹാസികമായ പച്ചക്കാനം സമരത്തിന് നേതൃത്വം നൽകി തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തുടർന്ന് അരണക്കൽ എസ്റ്റേറ്റ് സമരകാലത്ത് അറസ്റ്റിലായ തൊഴിലാളികളെ മോചിപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമായിരുന്നു. ഈ മർദ്ദനത്തിന്റെ ഫലമായി സംഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ജീവിതകാലം മുഴുവൻ കൂനി നടക്കേണ്ടി വന്നെങ്കിലും പോരാട്ട വീര്യത്തിന് തെല്ലും കുറവുണ്ടായില്ല. സോവിയറ്റ് യൂണിയനിൽ പോയി ചികിത്സ തേടി തിരിച്ചെത്തിയ ശേഷം വീണ്ടും തോട്ടം തൊഴിലാളികളുടെ ഊർജ്ജമായി അദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. 2005 വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗമായാണ് അദ്ദേഹം ജനപ്രതിനിധിയായുള്ള യാത്ര ആരംഭിക്കുന്നത്. പിന്നീട് സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചു. പിന്നീട് നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ MLA ആയി മാറിയ അദ്ദേഹം 4.5 വർഷക്കാലം മണ്ഡലത്തെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നയിച്ചു. തോട്ടം മേഖലയുടെ പുനരധിവാസവും വികസനവും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. തന്റെ 72ാം വയസ്സിൽ മരണത്തിന് തൊട്ട് മുൻപ് വരെയും ഇടുക്കിയിലെയും പീരുമേട്ടിലെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികൾക്ക് മുന്നിൽ ഉന്നയിക്കാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. സ്വപ്നം കണ്ട വികസന പദ്ധതികൾ പലതും ബാക്കിയാക്കി യാത്രയായ ജനനായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വേർപാടിന്റെ 1 വർഷ തികവിലും കണ്ണീരണിഞ്ഞ പ്രണാമം അർപ്പിക്കുകയാണ് പീരുമേട് ജനത. ന്യൂസ് ബ്യൂറോ, പീരുമേട്.